ഹലോ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ എൻ്റെ കയ്യിലുള്ള ജനറൽ സപ്ലൈസ് ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ജനറൽ സപ്ലൈസ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഞാൻ ക്യാഷ് കൊടുത്ത് മേടിച്ച ഐറ്റംസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നത് ഒരു പർപ്പിൾ തീമിൽ വരുന്ന ഒരു ജേണലിൻ്റെ കിറ്റാണ് കേട്ടോ. ഇത് ഓൾറെഡി ഒട്ടുമിക്ക ക്രാഫ്റ്റ് ചാനലിൽ വന്നിട്ടുണ്ട്. ഞാനും ഇതിൻ്റെ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെറ്റിൽ ഒത്തിരി ഐറ്റംസ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ആയിട്ട് ഇതിൽ വരുന്നത് ഒരു ബുള്ളറ്റ് ജേണൽ വരുന്നുണ്ട്. അതുപോലെ വിന്റേജ് പോസ്റ്റർ കവർ, വാഷി ടേപ്പ്, വാഷി പെറ്റ് സ്റ്റിക്കേഴ്സ്, നോട്ട് പേപ്പർ, സ്ക്രാപ്പ് ബുക്ക് പേപ്പർ, എൻവലപ്സ്, ഫോൾഡിംഗ് ലേബിൾസ്, കാർഡ്സ്, ഫോട്ടോ ഫ്രെയിംസ്, വാഷി ടേപ്പ്, സ്റ്റിക്കേഴ്സ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. ടോട്ടൽ ഇതിൽ 346 പീസസോളം വരുന്നുണ്ട്. എല്ലാം കൂടെ കേട്ടോ, സ്റ്റിക്കേഴ്സ്, സ്റ്റാമ്പ്സ്, അതുപോലെ അതിൽ വരുന്ന പാറ്റേൺ പേപ്പേഴ്സ്, അങ്ങനെ ടോട്ടൽ 346 പീസസ് വരുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസിന് ഇത് എന്തായാലും വർത്താണ്. ഞാൻ അധികം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കണില്ല, ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു പോകുന്നേന്നുള്ളൂ. ഇതിൽ ഇനിയും ഒരുപാട് ഐറ്റംസ് കാണിക്കാനുണ്ട്. ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രം എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഓൾറെഡി ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എന്റെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ക്ലിയർ സ്റ്റാമ്പ്സ് ആണ്. ഇത് നമുക്ക് റീയൂസ് ചെയ്യാം കേട്ടോ. ഇങ്ക് പാഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. അങ്ങനെ ഒരു 3 ടൈപ്പ് എന്റെ കയ്യിലുണ്ട്. പിന്നെ ഒരു കുഞ്ഞു ഡയറിയാണ്. ഞാൻ പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ വീഡിയോ എടുത്തതിന് ശേഷം ഞാനൊരു ജേണൽ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കാണിച്ചത് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ ക്ലിയർ സ്റ്റാമ്പ്സ്. ഈ കാണിക്കുന്ന ഗ്ലാസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുക. ഇതുപോലെ കുറച്ച് ഡോലീസ് പേപ്പേഴ്സിന്റെ ഒരു സെറ്റ് ഉണ്ട് കേട്ടോ. ഇതിൽ 100 പീസസ് ആണ് വരുന്നത്. പിന്നെ ഇതുപോലെ ആൽഫബറ്റിന്റെ വുഡന്റെ ഒരു സ്റ്റാമ്പ് സെറ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ക്ലിയർ സ്റ്റാമ്പ്സ് കാണിച്ചല്ലോ, അതും ഈ പറഞ്ഞ വുഡൻ സ്റ്റാമ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് ഇങ്ക് പാഡ് ആണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു ഡയറി കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ ജേണലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതായിരുന്നു. പിന്നെ അതിന്റെ കവർ പേജ് കുറച്ച് ഡെക്കറേറ്റീവ് ആക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ വീഡിയോ ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ കാണിക്കുന്നത് നോർമൽ A4 ഷീറ്റിൽ എടുത്തിട്ടുള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പിക്ചേഴ്സ് ആണ് കേട്ടോ. ഞാനത് എടുത്തിട്ടുള്ളത് ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിക്കേഴ്സ് ആയിട്ടോ ഫോട്ടോസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും A4 ഷീറ്റിൽ കളർ പ്രിന്റ് എടുക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് പിൻട്രസ്റ്റ് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നോർമൽ ഈ പ്രിന്റ് എടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് കളർ പ്രിന്റ് എടുത്ത് തരാൻ പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ കാണിക്കുന്നത് പ്രിന്റഡ് പാറ്റേണിൽ വരുന്ന കുറച്ച് ഡിസൈൻ പേപ്പേഴ്സ് ആണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ മേടിച്ചതിൽ കുറച്ച് റിഗ്രറ്റ് ആണ് കേട്ടോ. കാരണം ഇത് ഏറെക്കുറെയൊക്കെ ഒരുപോലെയാണ്. ഏറെക്കുറെ എന്നല്ല, ഒക്കെ ഒരുപോലെ തന്നെയാണ്. കളേഴ്സും പാറ്റേൺസും എല്ലാം സെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള പേപ്പേഴ്സ് ആയിരുന്നു, നല്ല തിക്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് കളേഴ്സിൽ വല്ല ഡിഫറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് ബട്ടർഫ്ലൈസ്, അതുപോലെ റോസ് ഫ്ലവേഴ്സിന്റെ ഒക്കെ സ്റ്റിക്കേഴ്സ് ആണ്. നോർമലി ഒട്ടുമിക്ക ഷോപ്പിലും കണ്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെ കയ്യിലുള്ള ഇതുപോലെ 3 സ്റ്റിക്കർ ബുക്സ് ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു. മീഷോന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. ഇതുപോലെ 3 സ്റ്റിക്കർ ബുക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സംഭവം എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഗിവ് അവേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത്. ഈ 3 കളേഴ്സിലുള്ള സ്റ്റിക്കർ ബുക്കും ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്. ഞാനിത് നിങ്ങൾക്ക് മേടിച്ച് തരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒട്ടുമിക്ക കമന്റ്സും കണ്ടു സ്റ്റിക്കേഴ്സിന്റെ എന്തെങ്കിലും ഇൻക്ലൂഡ് ആക്കുമോ എന്ന് ചോദിച്ചിട്ട്. നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ എങ്ങനെയാ പറ്റില്ല എന്ന് പറയാ. അതുകൊണ്ട് ഞാൻ ഈ 3 സ്റ്റിക്കർ ബുക്ക് അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓൾഡ് ഫാഷൻഡ് ഡിസൈനിൽ വരുന്ന എൻവലപ്സ്, ജിമെയിൽ, ഇതിന്റെ ഒക്കെ ഒരു സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് എല്ലാവരുടെ കയ്യിലും വരുന്ന നമ്മുടെ സ്വന്തം സ്റ്റിക്കി നോട്ട്സ് ആണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ക്യൂട്ട്നെസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ്. ഇതൊരു തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ 2 ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. റേറ്റും കാര്യമൊക്കെ വളരെ കുറവായിരുന്നു. സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുമില്ല. ഇപ്പൊ ഞാൻ ഈ കാണിച്ചതടക്കം 8 തീമിൽ വരുന്ന വിന്റേജ് സ്ക്രാപ്പ് ബുക്ക് പേപ്പർ വരുന്ന ബുക്സുകളാണ് കേട്ടോ. ഇത് നമ്മൾ ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. ഞാനിത് മേടിച്ചപ്പോൾ ഒരു 500 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രൈസിന് ഇത് വേർത്താണ്. കാരണം അത്രയും പേപ്പേഴ്സ് ഇതിലുണ്ട്. ഫ്ലവേഴ്സ് ആയിക്കോട്ടെ, ബട്ടർഫ്ലൈസ് ആയിക്കോട്ടെ, ന്യൂസ് പേപ്പേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒത്തിരി തീംസിലാണ് വരുന്നത്. പിന്നെ വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കവായി സ്റ്റിക്കേഴ്സ് ആണ്. ഇതിലൊരു 100 ഷീറ്റോളം വരുന്നുണ്ട്. ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല, കാരണം ഇത് ഓൾറെഡി എല്ലാവരും കാണിച്ചിട്ടുണ്ട്. ഇനി ഞാനും കൂടെ കാണിച്ചിട്ട് നിങ്ങളെ വെറുപ്പിക്കണില്ല. പിന്നെ വരുന്നത് ഈ ഒരു ഗേൾസിന്റെ സ്റ്റിക്കേഴ്സിന്റെ സെറ്റാണ്. ഇത് നോർമൽ സ്റ്റിക്കേഴ്സിൽ നിന്നും ഭയങ്കര ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക ഗ്ലൈസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്റ്റിക്കർ വരുന്നത്. ഇതിൽ ഒത്തിരി സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആണ്. ഇനി ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ബുക്സ് ഉണ്ടല്ലോ, ഇത് നേരത്തെ പറഞ്ഞ പാറ്റേണിലുള്ളതല്ല. ഇത് 2 ബുക്കായിട്ടാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടുക കേട്ടോ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ 2ലും കൂടെ ആയിട്ട് 800 ഷീറ്റോളം വരുന്നുണ്ട്. അതും ഡിഫറെന്റ് കളേഴ്സിൽ, ഡിഫറെന്റ് പാറ്റേൺസിലാണ് വരുന്നത്. ഇതിന്റെ ക്വാളിറ്റി ആയിക്കോട്ടെ നൈസാണ്, ഒന്നും പറയാനില്ല.
ഈ ഒരു സംഭവം വേർത്ത് ആണോ എന്ന് ചോദിച്ചാൽ വേർത്ത് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് കാർഡ് മേക്കിംഗ്, പോസ്റ്റ് കാർഡ്, അതുപോലെ സ്ക്രാപ്പ് ബുക്സ്, ജേർണലിങ് ഇതൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു സ്റ്റിക്കറിന്റെ ബുക്കാണ്. ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ഇതിൽ ഓരോ പേജിൽ വരുന്നത് ഓരോ പാറ്റേണിലും ഓരോ കളേഴ്സിലും ഒക്കെ ആയിട്ടാണ്. ഞാൻ മേടിച്ചതിൽ കുറച്ച് പ്രൈസ് കൂടുതൽ ഈ ഒരു സ്റ്റിക്കർ ബുക്കിനായിരുന്നു. 780 സ്റ്റിക്കേഴ്സോളം വരുന്നുണ്ട്. എങ്കിലും കുറച്ച് പ്രൈസ് കൂടുതലാണോ എന്ന് എനിക്ക് സംശയം ഇല്ലാതില്ല. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു സ്റ്റിക്കറിന്റെ സെറ്റാണ്. ഈ ഒരു സെറ്റ് നിങ്ങൾ ഒട്ടുമിക്ക ക്രാഫ്റ്റ് ചാനലിലും കണ്ടിട്ടുള്ള സെയിം ഐറ്റം തന്നെയാണ്. ഇതും ഒത്തിരി സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി പാറ്റേൺസിൽ, ഒത്തിരി കളേഴ്സിലായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഡിഫറെന്റ് തീംസിലൊക്കെ ജേർണലിംഗ് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആണ്. ഇതിൽ 100 ഷീറ്റാണ് വരുന്നത്. പക്ഷെ എന്റെ ബോക്സിൽ 200 ഷീറ്റ് വരുന്നുണ്ടാവും. ഞാൻ 2 ബോക്സിലുള്ളതും കൂടെ ഒരു ബോക്സിലാക്കിയിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഞാൻ ഫസ്റ്റിൽ കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു 8 തീമിൽ വരുന്ന കുറച്ച് ബുക്സിന്റെ അതിൽ പെട്ട ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ. ഞാൻ എല്ലാം കാണിക്കണില്ല, ജസ്റ്റ് ഇങ്ങനെ 1-2 ഐറ്റംസ് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇത് വരുന്നത് ഒരു എസ്തറ്റിക് തീമിലാണ്. എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ക അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ബേൺഡ് പേപ്പർ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നൈസാണ് കേട്ടോ കാണാൻ. ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലുള്ള ഒരു ബേൺഡ് തീമിൽ വരുന്ന കുറച്ച് കാർഡ്സ് വരുന്നുണ്ട്. ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ ഇത്. പിന്നെ ഒരു സ്റ്റിക്കി നോട്ട്സ് വരുന്നുണ്ട്. ഇത് നമ്മുടെ നോർമൽ ടൈപ്പിൽ വരുന്ന ഒരു സ്റ്റിക്കി നോട്ട്സ് ആണ് കേട്ടോ. കോമൺ ആയിട്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്, ഞാൻ ഈ സ്റ്റിക്കർ സെറ്റ് ഒക്കെ മേടിക്കുന്നതിന് മുമ്പ് ഞാൻ സ്റ്റിക്കർ എടുത്തിരുന്നത് ഇതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് സ്റ്റിക്കർ ഷീറ്റിൽ പ്രിന്റ് എടുക്കാറാണ്. വെറും 40 റുപ്പീസ് ഒക്കെ ഉള്ളൂ കേട്ടോ ഇതുപോലെ സ്റ്റിക്കർ പ്രിന്റ് എടുത്ത് തരാൻ വേണ്ടിയിട്ട്. അതും ഒരു ഷീറ്റിൽ നമുക്കൊരു 100 സ്റ്റിക്കേഴ്സോളം ഇൻക്ലൂഡ് ആക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ സ്റ്റിക്കർ പ്രിന്റ് എടുക്കാറാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ സ്റ്റിക്കർ ഷീറ്റിൽ പ്രിന്റ് എടുത്തിട്ട് കുറച്ച് വൈറ്റ് പോർഷൻ വിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിച്ച സ്റ്റിക്കറിനെ പോലെ തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് എടുത്ത കുറച്ച് സ്റ്റിക്കേഴ്സ് ആണിത്. അത് ഞാൻ കട്ട് ചെയ്യാണ്ട് കുറച്ച് മടിയായ കാരണം അങ്ങനെ പെൻഡിങ്ങിൽ ഇരിക്കുന്നതാണ്. ഇൻഷാല്ലാ അതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് സെറ്റ് ആക്കണം. ഇങ്ങനെ സ്റ്റിക്കർ ഷീറ്റിൽ പ്രിന്റ് എടുക്കുന്നതുകൊണ്ടുള്ള ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ നമുക്ക് ഇതുപോലെ പ്രിന്റ് എടുക്കാമല്ലോ. നമ്മൾ ഈ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഈ ഗേൾസിന്റെ സ്റ്റിക്കേഴ്സിനൊക്കെ നല്ല റേറ്റ് ആണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വെറും 40 രൂപയ്ക്ക് നമുക്ക് ചിലപ്പോൾ 100 സ്റ്റിക്കേഴ്സോളം ഒരൊറ്റ ഷീറ്റിൽ എടുക്കാനും പറ്റും, ലാഭമാണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന വാഷി ടേപ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലധികം ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ എൻ്റെ ജേർണൽ സപ്ലൈസ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ആക്കുക. ബൈ.